മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നുന്ന ഒരു വാർത്ത 2 ദിവസമായിട്ട് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കൊരു വീഡിയോ ചെയ്യണം, അതിനെപ്പറ്റി 1-2 കാര്യങ്ങൾ എനിക്കും പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നിയമവ്യവസ്ഥ വളരെ മോശമാണ്. അതുകൊണ്ടാണ് ഓരോ കുറ്റവാളിക്കും അല്ലെങ്കിൽ പുതിയൊരു കുറ്റവാളി ഉണ്ടാവുന്നതും അങ്ങനെ തന്നെയാണ്. നല്ലൊരു നിയമം ഉണ്ടെങ്കിൽ എന്നെ കൊല്ലും, അല്ല എൻ്റെ കൈവെട്ടും, അങ്ങനെയൊക്കെയുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഒരാളും ഒരാളെ ഉപദ്രവിക്കില്ല. ഇപ്പം നടക്കുന്ന ഒരു 100-ൽ ഒരു 90% കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിലില്ലാണ്ടാവുമായിരുന്നു. പിന്നെ രാവിലെ ഇന്നലെയൊക്കെയായിട്ട് നമ്മൾ കാണുന്ന വാർത്ത, ഒരമ്മ കുട്ടീനെ കൊണ്ടുപോയി വെള്ളത്തിലിട്ട് അതിനില്ലാണ്ടാക്കി. ഒരു സ്ത്രീക്കും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സ്വന്തം പെറ്റ് വളർത്തിയ ഒരു കുട്ടീനെ കൊണ്ട് ഇതുപോലെ കൊല്ലാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരതിനെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. കാരണം നമുക്കുണ്ട് മക്കളൊക്കെ, നമ്മളും അവരെങ്ങനെയാണ് നോക്കുന്നത്, അല്ല അവർക്ക് ഒരു ചെറിയൊരു മുള്ള് തട്ടുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം വേദനിക്കുന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവരെ ഒരു അമ്മയായിട്ട് ഞാൻ കണക്കാക്കുന്ന പോലുമില്ല. ഇന്നിപ്പം ഞാൻ കണ്ടു ആ കുട്ടീനെ സ്വന്തം അച്ഛൻ്റെ അനിയൻ കുട്ടീനെ മോശമായ രീതിയിൽ ദുരുപയോഗം ചെയ്തു. അവനെയൊക്കെ മനുഷ്യനായിട്ട് കണക്കാക്കാൻ പറ്റുമോ? നിയമത്തിന് അതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുക, എറിഞ്ഞു കൊല്ലട്ടെ ഇതിനെയൊക്കെ. എന്തിനാണ് തീറ്റിപ്പോറ്റാൻ ജയിലിൽ കൊണ്ടിടുന്നത്? അവിടെ തീറ്റിപ്പോറ്റി തടിച്ച് കൊഴുപ്പിച്ച് 3 മാസം കഴിയുമ്പോൾ ജാമ്യം കൊടുത്ത് പുറത്ത് വന്ന് കേസിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവന് അടുത്ത ഇത് ചെയ്യാനുള്ളതായി. അവിടെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുന്നത്? വയറ് നിറയെ ഇഷ്ടപ്പെടുന്ന ആഹാരങ്ങൾ വെച്ച് കൊടുക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ എന്തിനാണ് ഒരു നിയമം എന്ന് പറഞ്ഞാൽ ആ നാട്ടിലുള്ള ജനങ്ങളെ സംരക്ഷിക്കാനായിരിക്കണം. ഒരു സംരക്ഷണവും ഇല്ലാത്തൊരു നിയമം നമ്മുടെ നാട്ടിന് ആവശ്യമുണ്ടോ? ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് നമ്മളിപ്പോൾ ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ എത്രയോരം മരണങ്ങൾ ഇതുപോലത്തെ കുഞ്ഞുമക്കളത്, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദിനംപ്രതി കേൾക്കുക. വയോധികമാർ, ചെറിയ പ്രായം ചെന്നിട്ടുള്ള അമ്മമാരെ വരെ വെറുതെ വിടാത്ത കാലമായി നമ്മുടെ നാട്. ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ല. അച്ഛനാണ്, അമ്മയാണ്, ആങ്ങളെയാണ്, അനിയനാണ്, മകളാണ്, മകനാണെന്നുള്ള ഒരു വിലയില്ല നമ്മുടെ നാട്ടിൽ. അതിനൊക്കെ ഇനി മാറ്റം വരണ്ടേ? കുറേ ജീവൻ എടുത്തില്ലേ? ഇനിയും കുറേ ജീവൻ പോയതിന് ശേഷം മാത്രമേ നമ്മുടെ നിയമങ്ങൾ മാറുന്നുണ്ടോ? ഇതിനെതിരെയൊക്കെ ആരുമില്ല പ്രതികരിക്കാൻ. ഇതിനെതിരെയൊക്കെയാണ് പ്രതികരിക്കേണ്ടത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതിന് ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഇത്